അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സത്യത്തിനെതിരെ എന്നും ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയുന്ന ആളുകൾക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിടുകയും അവരെ കള്ളന്മാരാക്കിയും അവരെ മോശക്കാരാക്കിയും അവർ ഫിത്നയുണ്ടാക്കുന്ന ആളുകളാണ് എന്ന് പറയുകയും അവർക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് ഒരുപാട് കാലങ്ങളായി സത്യത്തിന്റെ ശത്രുക്കൾ പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഒരു പ്രവൃത്തിയാണ്. നമുക്ക് അറിയാം, മഹാന്മാരായ നമ്മുടെ പ്രവാചകന്മാർ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന്, സഹാബാക്കൾ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ തൊട്ടടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അനുഭവങ്ങൾ നേരിട്ടുമല്ലാതെയുമൊക്കെ നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. അന്ന് അവർ അനുഭവിച്ച പ്രയാസങ്ങളുടെ അത്രത്തോളം ഇല്ല എങ്കിലും ഇന്നും നമ്മൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കോരൻപീടിക എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു പ്രോഗ്രാം. ഒരുമ അയൽക്കൂട്ടം എന്ന പേരിൽ മജീദ് സാഹിബിന്റെ വീട്ടുമുറ്റത്ത് നടക്കേണ്ടിയിരുന്ന ഒരു പ്രോഗ്രാം ഒരുപറ്റം ആളുകൾ വന്ന് അക്രമങ്ങൾ അഴിച്ചുവിട്ട് ആ പ്രോഗ്രാം നടത്താൻ വിടാതെ അത് തടസ്സപ്പെടുത്തുന്ന ഒരു രംഗം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിലൂടെ കണ്ടതാണ്. എന്തിനാണ് ആ പ്രോഗ്രാം അവർ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ അവരിൽ നിന്ന് കൃത്യമായ ഒരു മറുപടിയും വരില്ല. അവർ ആകെ പറയുക, നാട്ടിൽ ഫിത്നയുണ്ടാക്കരുത്, വെറുതെ പ്രയാസമുണ്ടാക്കരുത്, നല്ല ഐക്യത്തോടെ പോകുന്ന ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കരുത്. നമ്മൾ ആലോചിക്കേണ്ട അവിടെ എന്താണ് വിഷയം സംസാരിക്കുന്നത്. അവിടെ പ്രചരിച്ച പോസ്റ്ററാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മാറുന്ന കാലവും നമ്മുടെ മക്കളും. മാതാപിതാക്കൾ അറിയേണ്ടത് ഷെരീഫ് കാര എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അവിടെ സംസാരിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടം എന്താണ് എന്ന് നമുക്കറിയാം. വിദ്യാലയങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും പല അധ്യാപകന്മാരും വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പല പ്രയാസങ്ങളും പല മാതാപിതാക്കളും അനുഭവിക്കുകയാണ് തങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത്. പല മോശമായ ഏർപ്പാടുകളിലേക്കുമാണ് പല വിദ്യാർത്ഥികളും എത്തിപ്പെടുന്നത്. ആദിലമാരും നൂറമാരും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളും വിദ്യാലയങ്ങളിൽ അടക്കം നടക്കുകയാണ്. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി ക്രൂരമായി മർദ്ദിക്കുന്ന പല രംഗങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ മാതാപിതാക്കൾ ജാഗൃതരാകണം. അവർ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ സാഹചര്യം ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമിനെ ഒരുപറ്റം ആളുകൾ വന്ന് ആക്രമിക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത്? സാധാരണ മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുമ്പോൾ, ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുമ്പോൾ അതിന്റെ വ്യാപാരികൾക്ക്, അതിന്റെ പ്രചാരകർക്ക്, അതിനുവേണ്ടി നടക്കുന്ന ആളുകൾക്ക്, അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കാണ് പ്രയാസമുണ്ടാകുക. ഈ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആളുകളൊക്കെ അത്തരക്കാരാണെന്നും നമുക്കാർക്കും വാദമില്ല. പക്ഷെ അവർ എന്തിനു വന്നു ഇവിടെ അക്രമം നടത്തി? എന്തിനു വന്നു ഇത് തടസ്സപ്പെടുത്തി? ചില ആളുകളുടെ പ്രേരണയിൽ നിന്നാണ് ഇത്തരം പ്രോഗ്രാമുകൾ തടസ്സപ്പെടുത്താൻ വേണ്ടി ഈ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ വരുന്നത്. അതിന് കൃത്യമായി കാലങ്ങളുടെ പഴക്കമുണ്ട്. മുസ്ലിയാക്കന്മാര് പറഞ്ഞു വിടുന്നതാണ്. കാരണം കാലിനടിയിലെ മണ്ണൊലിച്ചല് തടയണമെങ്കിൽ ഇനി ആക്രമണം നടത്തിയേ പറ്റൂ. അസത്യത്തിന്റെ ആളുകൾക്ക്, സത്യത്തിനെതിരെ മുഖം തിരിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്നും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയാസം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനവർ ഏത് അറ്റവും പോകാൻ ഒരു മടിയും കാണിക്കില്ല എന്നൊക്കെ പല അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചതാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഹിതന്മാർ നടത്തുന്ന പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ്. പല ആളുകളിൽ നിന്നും, പല പ്രദേശങ്ങളിൽ നിന്നായി സമസ്തക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. EK സമസ്തക്കാരും AP സമസ്തക്കാരും അതുപോലെയുള്ള മറ്റ് ടീമുകളൊക്കെ ഈ വിഷയത്തിൽ കണക്ക് തന്നെയാണ്. തളിപ്പറമ്പ് കോരൻപീടിക എന്ന് പറയുന്ന പ്രദേശത്ത് മജീദ് സാഹിബിന്റെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രോഗ്രാം അലങ്കോലമാക്കാൻ വന്നത് EK സമസ്തക്കാരായ ആളുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞു വിടുന്നത് ചില പുരോഹിതന്മാരുടെ താല്പര്യം തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. കുറെ കാലങ്ങളായി പല പ്രദേശങ്ങളിലായി സ്റ്റേജുകളിലേക്കും അതുപോലെ തന്നെ ഇത്തരം പ്രോഗ്രാമുകളിലേക്കും പുരോഹിതന്മാർ നേരിട്ടും അല്ലാതെയും ആക്രമണം അയച്ചുവിടാൻ
വേണ്ടി നേതൃത്വം കൊടുക്കുന്ന രംഗം നമ്മൾ പലപ്പോഴും കണ്ടതാണ്, അനുഭവിച്ചതാണ്. അർശിന്റെ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? ഇന്ത്യയുടെ നിയമപ്രകാരം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള കൃത്യമായ നിയമമുണ്ട്. ആ ഒരു നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം എന്നതിനപ്പുറം ഞങ്ങളല്ലാത്ത മറ്റാരും ഇവിടെ പറ്റില്ല, ഇവിടെ വേറെ ആരും ഒരു പരിപാടി നടത്താൻ പാടില്ല, ഞങ്ങൾ പറയുന്നതെന്തോ അത് കേട്ടോളണം, ഞങ്ങൾ പ്രവർത്തിക്കുന്നതോ അതിൽ പങ്കാളികളായിക്കൊള്ളണം, അതിനപ്പുറം ഇവിടെ മറ്റൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരുതരം ഫാസിസ്റ്റ് മനോഭാവത്തോടെയാണ് ചില ആളുകൾ ഇത്തരം പ്രോഗ്രാമുകൾ അലങ്കോലപ്പെടുത്തുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കുപ്പം യൂണിറ്റ് കോരൻ പീടികയിൽ വെച്ച് നടത്താനിരുന്ന അയൽക്കൂട്ടം, ഒരുമ അയൽക്കൂട്ടം എന്ന പ്രോഗ്രാം തടസ്സപ്പെടുത്തിയവരോട്, അതിൽ പ്രശ്നമുണ്ടാക്കിയവരോട് പ്രത്യേകിച്ച് ശത്രുതയോ ദേഷ്യമോ ഒന്നും തന്നെയില്ല. നിങ്ങളെ ചില ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ മൂലം നിങ്ങൾ വന്ന് പ്രശ്നമുണ്ടാക്കിയതാണ് എന്ന് കൃത്യമായി നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം. നിങ്ങൾ ആ പ്രോഗ്രാം തടസ്സപ്പെടുത്തിയില്ല എങ്കിൽ നിങ്ങളും ആ പ്രോഗ്രാമിൽ വന്നിരിക്കുമായിരുന്നു. എന്താണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളാണല്ലോ. വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും വരുന്നു, പല വീടുകളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെ കുറിച്ചും നാം അറിയുന്നു. നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നു. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താകുമെന്നൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതില്ലേ, നാം മനസ്സിലാക്കി വെക്കേണ്ടതില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാം മതത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നും പല ആളുകളും പല രൂപത്തിലുമുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥ ദീൻ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതില്ലേ? ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്കറിയേണ്ടതില്ലേ? ഖുർആൻ പാരായണവും അസ്കാറുകളും ഒക്കെ ആയി വീട്ടിൽ കഴിയേണ്ട പ്രായമായ സ്ത്രീകൾ പോലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വ്യത്യസ്ത റീലുകൾ ഇറക്കിക്കൊണ്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് എന്ന രീതിയിൽ മതം മറന്ന് ജീവിക്കുമ്പോൾ, അത്തരം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുക എന്നത് തെറ്റായ ഒരു പ്രവൃത്തിയാണോ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തിനെതിരെ പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ? പല രീതിയിലുള്ള കള്ളക്കറാമത്തുകൾ പറഞ്ഞ് പാവപ്പെട്ടവരെ പറ്റിക്കുന്ന പുരോഹിതന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആത്മീയ മജ്‌ലിസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമല്ലേ? സമസ്തയുടെ ചില ആളുകൾ പോലും പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇങ്ങനെ കിടക്കുകയാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ അശ്രദ്ധയിലായാൽ സൈന്യങ്ങൾ തമ്മിൽ കൂട്ടിയിരിക്കും. ദൈവമെന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. എനിക്ക് അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാണ് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല, ആരും അദ്ദേഹത്തോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ സി എം അലിഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിൻ പറക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. കള്ളക്കറാമത്ത് പറയുന്നതൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുസ്ലിയാക്കന്മാര് പോലും രംഗത്ത് വന്നതല്ലേ? ഈ ഇല്ലാ കഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ 1000-ലൊരംശം ഖുർആനും ഹദീസും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഇത്തിബാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആരിഫീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും കാണിച്ചു തന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റമുണ്ടാകുമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്ന ആളുകളെ മോശക്കാരായി ചിത്രീകരിച്ച് അവിടെ വന്ന് അക്രമങ്ങൾ നടത്തുന്നത് അത് ശരിയായ ഏർപ്പാടാണോ സഹോദരങ്ങളെ? അതുകൊണ്ട് കോരംപിടിക പ്രദേശത്തെ മഹല്ല് നിവാസികളോടും അവിടെ ഈ പ്രോഗ്രാം തടയാൻ വന്നവരോടും സംഘടിപ്പിച്ചവരോടും ഒക്കെയായി പറയുന്നു, വീണ്ടും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം, എല്ലാവരും കൂടി ഇതേ പണ്ഡിതനെ തന്നെ അവിടെ കൊണ്ടുവരികയും വേണം. എന്നിട്ട് അദ്ദേഹം പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്തത്, നിങ്ങൾ ഇപ്പോൾ ചെയ്തു വെച്ചത്, നമ്മളെ പല രംഗങ്ങളും കണ്ടല്ലോ, ഇത് ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അവിടെ കൃത്യമായി ആ പോസ്റ്റിലൂടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് അവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം. മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായി അവിടെ ആ പോസ്റ്ററിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ വീണ്ടും പ്രോഗ്രാം സംഘടിപ്പിക്കണം.
പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കൃത്യമായി നമ്മുടെ മക്കളെ യഥാർത്ഥ ദീനിന്റെ ആളുകളായി, യഥാർത്ഥ ഹക്കിന്റെ ആളുകളായി വളർത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. അതിനുവേണ്ടി മുമ്പോട്ട് വരണം. അല്ല എങ്കിൽ നൂറമാരും ആദിലമാരും ആരിഫുമാരും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വലിയ പ്രതീക്ഷയോടെ പോറ്റി വളർത്തിയ മക്കൾ സ്വന്തം മാതാപിതാക്കളെ കഴുത്തെറുത്ത് കൊല്ലാൻ പോലും മടി കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ സമൂഹം സഞ്ചരിക്കുമ്പോൾ, ഈ മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇത്തരം പ്രോഗ്രാമുകൾ ഒരു കാരണവശാലും നിങ്ങൾ എതിർക്കരുത്. അത്തരം പ്രോഗ്രാമുകൾ ആര് തന്നെ നടത്തിയാലും അതിന് നിങ്ങൾ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും അതിനെ എതിരെ പ്രവർത്തിക്കരുത് എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. തെറ്റിദ്ധാരണ മൂലമോ മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമോ ആ പ്രോഗ്രാം അലങ്കോലപ്പെടുത്താൻ വന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവർക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ തെറ്റിദ്ധാരണ മാറ്റി ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ മാനസികമായി ഉയരാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.